കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോട്ടൂളി വെസ്റ്റ് യൂണിറ്റ് കൺവെൻഷൻ കോട്ടൂളി പനാത്ത് AUP സ്കൂളിൽ നടന്നു. സംഘടന കോർപ്പറേഷൻ ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി കെ പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. 1992 മുമ്പ് നമ്മുടെ പെൻഷൻ സമൂഹം ഒരു 5-6 രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായുള്ള സംഘടനകളുമായി മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് അവർ തന്നെ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു കൊടിക്കീഴിൽ വളരേണ്ടത് ആവശ്യമാണ്. ആ സംഘടന ഒരു കൊടിക്കീഴിൽ തന്നെ സംഘടിക്കണം എന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി 1992 ഈ സംഘടനകളെല്ലാം തന്നെ ഒരു കൊടിക്കീഴിൽ പ്രവർത്തിക്കുന്ന ആ സംഘടനയുടെ പേരാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. ഈ സംഘടനയുടെ കഴിഞ്ഞതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ സംഘടനയുടെ പ്രവർത്തന ഫലമായി നാം ഇന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പല അവകാശങ്ങളും നേടിയെടുക്കാൻ ഈ ശക്തമായ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ നമുക്ക് മറന്നുകൂടാ. നമ്മുടെ ഓരോ ഘട്ടങ്ങളിലും ആരിവിടെ ഭരിക്കുന്നതല്ല, നമ്മുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് നേടിയെടുക്കുന്നവ സംരക്ഷിക്കുക എന്ന കർത്തവ്യമാണ് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാ സംഘടനകളും ചെയ്ത പ്രവർത്തനമാണ്. ഇവിടെ ഈ സംഘടനയ്ക്കുള്ള പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ ഈ പെൻഷൻ സമൂഹത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുമ്പ് ആരായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. നമ്മൾ സർവീസിലിരിക്കുമ്പോൾ സർവീസിൽ നിന്നുള്ള നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് നാം അനുവർത്തിച്ചു വന്ന നമ്മുടെ സമരമുറകളും മറ്റൊക്കെ തന്നെ നമ്മൾ പരിശീലിക്കുമ്പോൾ അതെന്താണെന്നും സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം നാം ഈ പെൻഷൻ പറ്റി ഈ സമൂഹം നമ്മൾക്ക് കിട്ടി നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും കിട്ടാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ആ സമരമുറയെ സംബന്ധിച്ചും നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിപാടിയിൽ നവാഗതർക്ക് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പെൻഷൻകാരെ ആദരിച്ചു. SSLC, CBSE, +2, ഡിഗ്രി, PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ പരിപാടിയിൽ അനുമോദിച്ചു. സംഘടനാ യൂണിറ്റ് പ്രസിഡന്റ് O. ഏലിയ അധ്യക്ഷത വഹിച്ചു. MT ശശികുമാർ, PK പ്രകാശിനി, അഡ്വക്കേറ്റ് C. രാമചന്ദ്രൻ, PP ബാലൻ, K. രവീന്ദ്രൻ, ശിവദാസൻ മാസ്റ്റർ, KN ഷീല തുടങ്ങിയവർ സംബന്ധിച്ചു.